നമസ്കാരം. പന്തീരങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ വീണ്ടും കേസെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി പറവൂർ സ്വദേശിയായ യുവതിയുടെ അച്ഛൻ രംഗത്ത്. മകളെ ഫോണിൽ വിളിക്കാനും സംസാരിക്കാനും ഭർത്താവായ രാഹുൽ സമ്മതിച്ചില്ല എന്നും ഫോൺ പോലും രാഹുൽ സ്വന്തം കയ്യിലാണ് വെച്ചത് എന്നും പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫോൺ പോലും രാഹുൽ പൊട്ടിച്ചു കളഞ്ഞു. സമ്മർദ്ദം മൂലമാണ് ആദ്യത്തെ പരാതിയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാണ് യുവതിയുടെ പിതാവ് ഇപ്പോൾ പറയുന്നത്. അന്ന് ഇനി വീഴ്ച ഉണ്ടാകില്ല എന്ന് രാഹുൽ ബോധിപ്പിച്ചു. മകളോട് ക്ഷമയും പറഞ്ഞു. അങ്ങനെയാണ് കേസിൽ നിന്ന് പിന്മാറിയത് എന്നാണ് അച്ഛൻ പറയുന്നത്. പന്തീരാങ്കാവിൽ പറവൂർ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ കോഴിക്കോട് സ്വദേശിയായ ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സമാനമായ പരാതിയിൽ നേരത്തെ പന്തീരാങ്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കിയ ശേഷം ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. ഭക്ഷണത്തിൽ ഉപ്പ് പോരാ എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന പുതിയ പരാതിയുമായാണ് യുവതി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മുഖത്തും ശരീരത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകളുമായി ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ യുവതി ഇന്ന് രാവിലെയാണ് സ്വന്തം വീട്ടുകാർക്കൊപ്പം പോലീസിൽ പരാതി നൽകാൻ എത്തിയത്. മാസങ്ങൾക്ക് മുൻപ് യുവതി ഭർത്താവ് രാഹുലിനെതിരെ നൽകിയ സമാന പരാതി വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. പരാതിയിൽ വേണ്ടവിധം നടപടി സ്വീകരിച്ചില്ല എന്ന പേരിൽ പന്തീരാങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് താൻ പരാതി നൽകിയത് വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നാണ് എന്നും രാഹുലിനൊപ്പം കഴിയാൻ തന്നെയാണ് താല്പര്യമെന്നും വ്യക്തമാക്കി യുവതി രംഗത്ത് വരികയായിരുന്നു. പിന്നാലെ ഇരുവരും കേസ് തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈക്കോടതി കേസ് റദ്ദാക്കിയ ശേഷം ഇരുവരും പന്തീരങ്കാവിലെ വീട്ടിൽ വീണ്ടും ഒന്നിച്ച് താമസം തുടങ്ങി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭർതൃവീട്ടിൽ നിന്ന് പരിക്കേറ്റെന്ന് പറഞ്ഞ് യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഭർത്താവ് രാഹുൽ തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. രാത്രി പോലീസ് മൊഴിയെടുക്കാൻ എത്തിയെങ്കിലും യുവതി പരാതിക്ക് മുതിർന്നില്ല. രാത്രി വൈകി യുവതിയുടെ അച്ഛനും അമ്മയും എറണാകുളത്തു നിന്ന് വന്നു. രാവിലെ യുവതിക്കൊപ്പം പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തി ഭർതൃപീഡനം ആരോപിച്ച് പരാതി നൽകി. വിശദമൊഴി എടുത്ത ശേഷമാണ് പോലീസ് കേസെടുത്തത്. ഭർതൃപീഡനം, നരഹത്യാശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. നിലവിൽ രാഹുലിനൊപ്പം കഴിയാൻ താല്പര്യമില്ല എന്നാണ് യുവതി പോലീസിനെ അറിയിക്കുന്നത്.